ഇരുപത്തിമൂന്നാം സങ്കീർത്തനം നമുക്ക് എല്ലാവർക്കും വളരെ സുപരിചിതമായ ഒരു സങ്കീർത്തനമാണ്. ആ സങ്കീർത്തനത്തിലെ ഓരോ വാക്കുകളും നമുക്ക് മനഃപ്പാടമായിരിക്കും. അതിനകത്ത് അവസാനം പറഞ്ഞു നിർത്തുന്ന ഒരു കാര്യമുണ്ട്: നന്മയും കരുണയും എൻ്റെ ആയുഷ്കാലമൊക്കെയും എന്നെ പിന്തുടരും. അപ്പോൾ അതിനകത്ത് പറയുന്നൊരു കാര്യം, ഞാൻ അതിനെ പിന്തുടരുമെന്നുള്ളതല്ല ഭക്തൻ പറയുന്നത്. നന്മയും കരുണയും എൻ്റെ ആയുഷ്കാലമൊക്കെയും അത് എന്നെ പിന്തുടരും എന്ന് പറഞ്ഞാൽ, ഞാൻ ഒരിക്കലും അതിൻ്റെ പിന്നാലെ ഞാൻ പോകത്തില്ല, അത് എൻ്റെ പിന്നാലെ വരും. ഈ കാലഘട്ടത്തിൽ ഒത്തിരി വ്യക്തികൾ ആ നന്മയുടെയും കരുണയുടെയും പിന്നാലെ അന്വേഷിച്ചു പോകുന്നവരുണ്ട്. പക്ഷേ ദൈവവചനം വ്യക്തമായിട്ട് നമ്മൾ നോക്കിയാൽ, പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും, മുൻപേ അവൻ്റെ രാജ്യവും നീതിയും അന്വേഷിപ്പിൽ, അതോടുകൂടെ ഇതൊക്കെയും നിങ്ങൾക്ക് ലഭിക്കുമെന്ന് വചനം പറയുന്നുണ്ടെങ്കിൽ, നമ്മൾ ഒരിക്കലും നമ്മുടെ ഫോക്കസ് എന്ന് പറയുന്നത് നന്മയിലേക്കോ ആ ദൈവത്തിൻ്റെതായ നന്മ അനുഭവിക്കണമെന്നോ ആ കരുണ വേണമെന്നോ ഫിനാൻഷ്യൽ കാര്യങ്ങൾക്കകത്തോട്ടൊന്നും നമ്മുടെ ചിന്ത പോകാതെ വചനത്തിനകത്ത് നമ്മൾ നിൽക്കാൻ തയ്യാറായാൽ, ആ കർത്താവ് സംസാരിച്ച ആ ദൈവരാജ്യത്തെ നമ്മൾ ആദ്യം ഫോക്കസ് ചെയ്യാൻ തയ്യാറായാൽ, ഇതെല്ലാം നമ്മളെ അനുഗമിക്കുന്ന നിലവാരത്തിൽ, നമ്മുടെ ആവശ്യങ്ങൾ മുഴുവൻ നിറവേറ്റുന്ന നിലവാരത്തിൽ കർത്താവ് നമുക്ക് വേണ്ടി കാര്യങ്ങളെ ഒരുക്കി തരുവാനിടയായി തീരും. ദിവസം നമ്മുടെ ഫോക്കസുകൾ കർത്താവിലേക്കാകട്ടെ. ഗോഡ് ബ്ലെസ് യു.